ഇപ്പം ടിനിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ താങ്കളൊരു ഭാഗ്യമുള്ളൊരു നടനാണെന്ന് ഞാൻ പറയും. കാരണം സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, നമ്മളെ ചിരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്, ഇപ്പം നായകനാവുന്നു, ഇതിന് മുന്നേ നായകനായിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ ജ്യോതിർമയിലൂടെ. കാരണം അന്ന് പ്രിയാമണി നിരസിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ JB ജംഗ്ഷനിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പോലും ജ്യോതിർമയെ പോലും അന്ന് അത്ര നല്ല നടിയാണ് അല്ലേ. അങ്ങനത്തെ എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്യാനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ഭാഗ്യവുമല്ല അത്. അപ്പം എന്ത് തോന്നുന്നു, അങ്ങനെ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യാറുണ്ട്? അല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിരിപ്പിക്കുന്ന ആളായിട്ട് മാത്രം ഞാൻ വന്നിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിരി നിലയ്ക്കും, പിന്നെ ക്യാരക്ടർ റോൾസിലേക്ക് മാറണം. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചെമ്മീൻ ചാടിയോൾ ചട്ടിയോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡിക്ക് അത്രയേ ഉള്ളൂ. കാരണം കുറേ കഴിയുമ്പോൾ ചിരി മാറും. പക്ഷേ എനിക്ക് വന്നപ്പോൾ തന്നെ ഇപ്പോൾ പ്രാഞ്ചിയേട്ടന് ലൈറ്റ് ഹ്യൂമറായിരുന്നു. ഭയങ്കരമായിട്ട് ആരെയും ഞാൻ ചിരിപ്പിച്ചിട്ടില്ല, ലൈറ്റായിട്ടേ ഞാൻ ചിരിപ്പിച്ചിട്ടുള്ളൂ. നമ്മളൊരു മന്ദമാരുതനാണ്, കൊടുങ്കാറ്റൊന്നുമല്ല. പിന്നെ വില്ലനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലനാണ് എനിക്ക് തന്നത്. അപ്പോൾ പിന്നെ ക്യാരക്ടർ റോൾസ്, ഇപ്പോൾ ജോഷി സാറ് പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ക്യാമറ തുടങ്ങുന്നത് എന്നെ വെച്ചിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. ഇത്തവണ ആൻ്റണി എന്ന് പറഞ്ഞ ജോജുവിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ്, വെടക്ക് സേവിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ചോദിച്ചു, ഞാൻ എന്താണ് പോലീസാണ്, എപ്പോഴും അങ്ങനെയുള്ള ക്യാരക്ടർ. അപ്പം അല്ല, നീ കഞ്ചാവ് കച്ചവടക്കാരനാന്ന് പറഞ്ഞു. ഞാൻ അതിനെതിരെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പോസ്റ്റർ വരുന്നത് തന്നെ മയക്കുമരുന്ന് കേസിൽ ഇതായിട്ടുള്ള എന്നെ പിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഫ്ലെക്സ്. അപ്പോൾ അതാണ് നമുക്ക് മാറ്റിത്തരുന്നതെന്ന് പറഞ്ഞത്, മാറ്റി പ്ലേസ്. അപ്പോൾ ജോഷ് സാറ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ള സംവിധായകർ വീണ്ടും റിപ്പീറ്റായിട്ട് വിളിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, കൈക്കൂലിയോ ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ വിനയൻ സാറ്, രഞ്ജിത്ത് സാറ്, ജോഷ് സാറ്, അവരൊക്കെ എന്നെ രണ്ടാമത് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്ന ക്യാരക്ടർ മോശമാക്കിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ രഞ്ജിത്ത് ലാലിൻ്റെ അടുത്ത പടത്തിൽ തന്നെ വിളിക്കുമായിരിക്കും ഉറപ്പായിട്ട്. അല്ല, ഈ കഥാപാത്രങ്ങൾ മോശമാക്കിയില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ടിനിച്ചേട്ടന് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരുന്നത് മിമിക്രിയിൽ അല്ലേ, ടിനിച്ചേട്ടനായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ കഥാപാത്രങ്ങളെ അല്ല, അതെൻ്റെ ഭാഗ്യമാണ്. കാരണം എന്താ പറയട്ടെ, ഞാൻ സ്ക്രീനിൽ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ മമ്മൂട്ടിയുടെ ഒക്കെ ശബ്ദമോ ഇതുണ്ടെങ്കിൽ അത് ബ്ലസ്ഡാണ് ഞാൻ. അതും എനിക്ക് അനുഗ്രഹമായിട്ട് വന്നേക്കണത്. ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞാൽ ക്യാരക്ടറായിട്ട് മാറുന്നതല്ലേ. ഒരിക്കൽ പോലും ടിനി ടോമിന്റെ കഥാപാത്രങ്ങൾ മോശമായിരുന്നു അല്ലെങ്കിൽ അതിനൊരു വിമർശനം വന്നിട്ടില്ല അല്ലേ, അതൊരു വലിയ കാര്യം. മിമിക്രി എന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേർ നല്ല പിള്ളേരല്ലേ അല്ലെ, നമ്മൾ അന്ന് ചെയ്തേക്കുന്ന സംഭവങ്ങൾ പണ്ട് ചെയ്തിട്ട് ജനങ്ങൾ കൈയടിച്ച ഈ ട്രോൾ ഇടുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ, ഓഡിയൻസ് ഫുൾ കൈയടിയാ. അത് ഓരോ സ്ഥലത്ത് ഓരോ സമയം. ഇപ്പൊ പ്രേം നസീറിന്റെ അഭിനയം കണ്ടിട്ട് ഇപ്പോഴത്തെ ഫഹദായിട്ട് താരതമ്യം ചെയ്യരുതല്ലോ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തൊന്നുമില്ല നമ്മൾ, പക്ഷെ സ്റ്റേജിൽ ഇപ്പോഴും പോകാറുണ്ട്. അപ്പം അത് വെച്ചിട്ട് ട്രോളുന്നതാണ്. പക്ഷെ നമ്മളെ വേറെ അതൊന്നും എനിക്ക് ഇതുള്ള കാര്യമല്ല. പക്ഷെ ഉപദ്രവിക്കുന്നുണ്ട്, ബാഡ് വേർഡ്സ് വെച്ചിട്ട്. എനിക്കൊന്നും അത്രയും കിട്ടിയിട്ടില്ല കേട്ടോ, മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നത്. നമുക്കൊക്കെ വളരെ മൈൽഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മുഖ്യമന്ത്രിനെയും പ്രധാനമന്ത്രിനെയും വരെ ട്രോളുന്നു, പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല.